ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്നത്തേതൊരു റെസിപ്പി വീഡിയോ ആണ്. നല്ല മഴയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന, ഷുഗർ ക്രേവിങ്സ് ഒക്കെ തോന്നൂലേ, അപ്പോൾ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഓവനും ബീറ്ററൊന്നും ഇല്ലെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടതിന് ക്രീം ചീസാണ് കേട്ടോ. ക്രീം ചീസ് എടുക്കുമ്പോൾ അൺസാൾട്ടഡ് തന്നെ എടുക്കുക, അതാണ് കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അതെടുത്ത് പറയാൻ കാരണം, കേക്കിന് ചിലർ സ്പ്രെഡ് മേടിച്ച് പോകും. നമ്മൾ ബ്രെഡിലൊക്കെ യൂസ് ചെയ്യാനാണ്, ബ്രെഡ് ബണ്ണൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ എന്താണ് സ്പ്രെഡ് യൂസ് ചെയ്യുക. അപ്പോൾ സ്പ്രെഡ് കുറേ പേര് തെറ്റി മേടിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സ്പ്രെഡിൽ എന്തായാലും സോൾട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ കറക്റ്റ് ക്രീം ചീസ് തന്നെ മേടിക്കുക. അത് റൂം ടെമ്പറേച്ചറിലേക്ക് വെക്കണം കേട്ടോ. തണുപ്പൊക്കെ മാറിയിട്ട് വേണം കേക്കിലേക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 400 ഗ്രാം എടുത്തിട്ടുണ്ട്. 2 പാക്കാണ് എടുത്തേക്കണം കേട്ടോ ക്രീം ചീസ്. അപ്പോൾ അത് ബീറ്റ് ചെയ്യൊന്നും വേണം, നമുക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അതിന് വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ, എന്തിപ്പോൾ വിസ്ക് ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടായാലും ചെയ്തെടുക്കുക. അപ്പോൾ അത് 2 പാക്കും നമുക്ക് ഒരുമിച്ച് തന്നെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് വിസ്ക് വെച്ചിട്ടൊന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബട്ടർ ആയാലും ചീസൊക്കെ ആയാലും റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കാൻ ഇതുപോലെ വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് തന്നെ സോഫ്റ്റ് ആവും. ഒരുപാട് നേരമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആവും കേട്ടോ. അതിന് ശേഷമാണ് നമുക്ക് അതിലേക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഷുഗർ ആഡ് ചെയ്യുമ്പോൾ 2 രീതിയിൽ ആഡ് ചെയ്യുക. പൊടിച്ചതും ആഡ് ചെയ്യുക, പൊടിക്കാത്തതും ആഡ് ചെയ്യുക. ഏതായാലും കുഴപ്പമൊന്നുമില്ല, പൊടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൊടിക്കാത്തതാണെങ്കിൽ ഒരു 3/4 കപ്പ് മതി. ഞാനിപ്പോൾ പൊടിക്കാത്തതാണ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഒരുമിച്ച് ഇടരുത്, കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. പൊടിച്ചത് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് എടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അത് പൊടിക്കണമെന്നൊന്നുമില്ല. വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്താൽ തന്നെ പഞ്ചസാര എന്തായാലും അലിയുമല്ലോ. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് എടുക്കാം കേട്ടോ. കുറേശ്ശെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് മിക്സ് ആയിക്കോളും. ഒരുമിച്ചാവുമ്പോൾ മിക്സ് ചെയ്യാൻ കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോരോ ഇൻഗ്രീഡിയൻസ് സ്ലോലി ആഡ് ചെയ്ത് മിക്സ് ചെയ്യണം. ആ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ അങ്ങനെ ബുദ്ധിമുട്ടുള്ളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് മിക്സ് ചെയ്യാനുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ, പിന്നെ ബേക്ക് ചെയ്യുക. അപ്പോൾ 1/1 എഗ്ഗായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് 4 എഗ്ഗാണ് ഇതിന് വേണ്ടത് കേട്ടോ. അപ്പോൾ എഗ്ഗ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഷെല്ല് പൊട്ടിച്ചിട്ട് ഡയറക്റ്റ് ഒഴിക്കരുത്. പൊട്ടിച്ചിട്ട് എന്തെങ്കിലും ഒരു പാത്രത്തിലോ എങ്ങാനും പൊട്ടിച്ചൊഴിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. അല്ലെങ്കിൽ ഇപ്പോൾ എഗ്ഗ് ചിലത് കേടായതുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്തായാലും അറിയാമല്ലോ, മൊത്തം എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എഗ്ഗ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഓരോന്നായിട്ട് ഒന്ന് ആഡ് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അടുത്തത് ആഡ് ചെയ്യുക. അങ്ങനെ 1/1 4 എണ്ണം ആഡ് ചെയ്യുക. അതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ 1.5 ടേബിൾ സ്പൂൺ കേട്ടോ. നമ്മളെ വലിയ ടീസ്പൂണിൽ തന്നെ വലുതുണ്ടല്ലോ, ആ ഒരു സെറ്റിൽ അത് ടേബിൾ സ്പൂണാണ്. ആ ടേബിൾ സ്പൂണ് 1.5 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും, കുറച്ചല്ലേ ഉള്ളൂ. വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്താൽ പെട്ടെന്ന് മിക്സായി കിട്ടും. അപ്പോൾ അതാ കാണാം, നല്ലൊരു ഫൈൻ ബാറ്റർ ആയിട്ടുണ്ട്. ഇനി 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ആഡ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് 1/2 ടീസ്പൂണ് നാരങ്ങ നീരാണ് വേണ്ടത്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വാനില എസെൻസ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക, പക്ഷേ എസെൻസ് ആഡ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആഡ് ചെയ്തോട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കണം കേട്ടോ. അരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും അരിച്ചാലും നല്ലതാണ്. അപ്പോൾ വല്ല ലംസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്സായിട്ട് അങ്ങനെ അരിച്ച് പോകുമ്പോൾ തന്നെ നല്ല ഫൈനായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ സ്ട്രിങ് ഫോം പാൻ എടുത്തേക്കണം കേട്ടോ. ഇത് 7 ഇഞ്ച് ഉണ്ട്. ശരിക്കും 6 ഇഞ്ചിൽ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഹൈറ്റ് കിട്ടും. ഞാൻ പീസ് കൂടുതൽ, അംഗസംഖ്യ കൂടുതലുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പീസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 7 ഇഞ്ചിൻ്റെലാണ് ചെയ്തത്. 6 ഇഞ്ചിൻ്റെലാണെങ്കിൽ കുറച്ചും കൂടിയും ഹൈറ്റിൽ കിട്ടും. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും വലുതാക്കിയാൽ പീസ് കൂടുതൽ കിട്ടും കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ അരിക്കുക കേട്ടോ. അരിക്കുമ്പോൾ അതാ കട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ വെക്കണം എന്നുണ്ടെങ്കിൽ, സ്റ്റൗവിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് സ്റ്റൗവിൽ വെക്കാം. അടികട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിലെന്തെങ്കിലും ഒരു റിങ്, സ്റ്റീലിൻ്റെ റിങ് ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് അതിൽ വെച്ചിട്ട് അടച്ച് വെക്കുക. ഒരു 3/4 മണിക്കൂറൊക്കെ നമുക്ക് എടുക്കും. അതുപോലെ തന്നെ ഓവനിലാണെങ്കിലും
ഏകദേശം ആ ഒരു ടൈമൊക്കെ എടുക്കും. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടോപ്പ് ഇങ്ങനെ ബേൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു ഒതൻറ്റിക് ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് പോലെ ബേൺ ആയിട്ടിരിക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു 45 മിനിറ്റ്സ് 160 ഡിഗ്രിയിലാണ് ചെയ്തേക്കണത്. അപ്പോൾ അതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ബേണായിട്ടാണ് കിട്ടിയെങ്കിലും അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. നല്ലൊരു സ്മൂത്തായിട്ടൊരു പുഡിങ്ങിൻ്റെ ടെക്സ്ചറില്ലേ അതിന് വരണം കേട്ടോ. അപ്പോൾ ഇത് ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് സാധാരണ മധുരം അങ്ങനെ വലിയ താല്പര്യമില്ലാത്തതാണ്. വല്ലാണ്ട് അങ്ങനെ മധുരം ഞാൻ കഴിക്കില്ല. ഞാൻ ഉണ്ടാക്കണ കേക്കിൽ നിന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കഴിക്കാറില്ല. കുട്ടികൾക്ക് ഒക്കെ കൊടുക്കുന്നല്ലാണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോഴും വളരെ കുറവാണ് കഴിക്കുള്ളൂ. പക്ഷേ ഇത് നല്ല ഇഷ്ടമായി എനിക്ക്. ഞാൻ നന്നായി കഴിച്ചിട്ടാണ്. അതും പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗണാശ എന്തെങ്കിലും, ഞാനിപ്പോൾ തിക്കായിട്ടുള്ള ഗണാശാണ് എടുത്തേക്കണത്. അതല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലോ ആയിട്ടുള്ളതാണെങ്കിലും കൊടുക്കുക, എങ്ങനെയായാലും കുഴപ്പമില്ല. അതൊന്ന് ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ വായിലേക്ക് വെക്കുമ്പോൾ ഇങ്ങനെ അലിഞ്ഞ് പോകില്ലേ, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വല്ലാണ്ട് അങ്ങനെ എടുത്ത് പറയാറില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ഇതിപ്പോൾ നമ്മൾക്ക് എക്സ്ട്രാ ഒരു എക്സ്പെൻസ് വരുന്നൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ചീസ് തന്നെയാണ്. അപ്പോൾ അത് എന്തായാലും ചിലപ്പോൾ എല്ലാവരുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ല. കേക്ക് ഉണ്ടാക്കണവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. അതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാൽ മേടിച്ചിട്ട് ചീസ് തന്നെ ഹോം മെയ്ഡായിട്ട് ചെയ്യാമല്ലോ. അങ്ങനെ ആയാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റർ വേണ്ട, ഓവൻ വേണ്ട, വേണമെങ്കിൽ സ്റ്റൗവിലും നമുക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും എല്ലാവർക്കും ചെയ്തു നോക്കാൻ ഈസിയാണ്. ഇതിൻ്റെ സെയിലിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാത്തത്. ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് സെയിൽ ചെയ്യണവർ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.